السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا محمد وعلى آله وأصحابه وأتباعه أجمعين، ومن اهتدى بهديه إلى يوم الدين، واستنى بسنته إلى يوم القيامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العلي العظيم، وصدق وبلغنا رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. അഭിനന്ദരായ രക്ഷിതാക്കളെ, പണ്ഡിത മഹത്തുക്കളെ, ഉസ്താദുമാരെ, മുഅല്ലിം ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങളും വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും ഉമ്മപെങ്ങന്മാരുമൊക്കെ അണിനിരന്ന വളരെ സന്തോഷകരമായ ഒരു സമയത്ത് അല്ലാഹു ഇവിടെ നടക്കാനിരിക്കുന്ന മുൻ വർഷങ്ങളിൽ നടന്നു കഴിഞ്ഞ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ KKMA എന്നറിയപ്പെടുന്ന ഈ പ്രസ്ഥാനം തൃക്കരിപ്പൂർ, വലിയ പറമ്പ്, പടന്ന എന്നീ പഞ്ചായത്തുകളിലെ മദ്രസ പൊതുപരീക്ഷയിൽ 1ഉം 2ഉം സ്ഥാനം നേടിയ വിദ്യാർത്ഥിനികൾക്ക് 80ഓളം വരുന്ന ഉസ്താദുമാർക്ക്, അധ്യാപകർക്ക് അവാർഡ് നൽകി ആദരിക്കുന്ന ഒരു നല്ല മുഹൂർത്തമാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞിടം മുതൽ ഇന്നേ വരെ ഇതുപോലെയുള്ള ഏതെല്ലാം സൽക്കർമ്മങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോ, ഇനി നടത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടോ, അതിലെല്ലാം അല്ലാഹുവിന്റെ കാരുണ്യവും കരുണയും റഹ്മത്തും വർഷിക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർ അവർ ചെയ്യുന്ന സേവനം തിരിച്ചറിയാനും അവർക്ക് സമൂഹത്തിൽ ഒരു റെക്കഗ്നിഷൻ നൽകാനും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ സഹായകമായതിൽ അതിയായ സന്തോഷമുണ്ട്. സ്വഹാബികളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കറിയുമോ ഒരു വൃക്ഷമുണ്ട്, മസലുഹ കമസലിൽ മുഅ്മിൻ, ആ വൃക്ഷത്തിന്റെ ഉദാഹരണം സത്യവിശ്വാസിയെ പോലെയാണ്. സത്യവിശ്വാസിനിയെ പോലെ ഉദാഹരിക്കാൻ പറ്റുന്ന ഒരു വൃക്ഷം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയുമോ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ സദസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്, മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, വേറെയും സഹാബിമാരുണ്ട്. നബി തങ്ങളുടെ അധ്യാപന ശൈലിയുടെ ഒരു രീതിയാണത്. ചില ചോദ്യങ്ങൾ, വളരെ ഇൻസ്പയറിംഗ് ആയ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ചോദ്യത്തിലൂടെ കുട്ടികളുടെ മനസ്സിലേക്ക് വളരെ ഓപ്പൺ എൻഡിങ് ചോദ്യങ്ങൾ എന്നൊക്കെ പറയും. സ്കൂൾ പഠിപ്പിക്കുന്നവർക്കറിയാം, മക്കളുടെ ബുദ്ധി എത്രത്തോളം വികസിക്കാൻ കഴിയുമോ അതിന്റെ സാധ്യതകൾ ഏറുന്ന ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ഇൽമി സേവനത്തിന്റെ ഭാഗമാണ്. ശരിയോ തെറ്റോ എന്നത് ഓപ്പൺ എൻഡിങ് അല്ലെന്നാണ്. അല്ല ഇതൊന്നും എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് തലങ്ങളിലൂടെ ചിന്തിക്കാൻ കഴിയുമെന്നാണ്. അത്തരം ചോദ്യങ്ങൾ നബി തങ്ങളുടെ ഹദീസുകളിൽ ധാരാളം കാണാൻ കഴിയും. അധ്യാപനം തിരുനബിയുടെ ചര്യയിൽ എന്ന് നമ്മൾ അങ്ങനെ ഒരു ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അധ്യാപന ശൈലി നബിയിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഞാൻ പറയുന്നത് അതൊന്നുമല്ല. എന്താണ് ആ വൃക്ഷം എന്ന് ചോദിച്ചപ്പോ ജനങ്ങളൊക്കെ ഗ്രാമങ്ങളിലുള്ള പ്രാന്തപ്രദേശങ്ങളിലുള്ള
കാടുകളിൽ ഉണ്ടാകുന്ന പല വൃക്ഷങ്ങളുടെയും പേരന്വേഷിച്ചു പോവുകയായി. ഇതായിരിക്കുമോ ഒരു സത്യവിശ്വാസിയുടെ ഉദാഹരണം? ഇതായിരിക്കുമോ ഇങ്ങനെ ഒരുപാട് പേരുകൾ അവർ പറയാൻ തുടങ്ങി. തങ്ങൾ പറഞ്ഞു അതൊന്നുമല്ല. അവർ പറഞ്ഞു നബിയെ ഞങ്ങൾക്കറിയില്ലല്ലോ. തങ്ങൾ പറഞ്ഞു ഇന്നഹ നഖ്ല, അത് ഈത്തപ്പനയാണ്. ഈത്തപ്പനയാണെങ്കിലോ അവരുടെ കൺമുമ്പിലുള്ള വൃക്ഷമാണ്, അവരെപ്പോഴും കാണുന്ന വൃക്ഷമാണ്, അവരറിയുന്ന വൃക്ഷമാണ്. ഉമ്മുക്കും, അത് നിങ്ങളുടെ ഉമ്മയാണ് എന്നവരെ ഹദീസിൽ കാണാൻ കഴിയും. അത്രയും മാതൃബന്ധം പോലെ അറബ് ജീവിതത്തിന്റെ ഭാഗമായ ഈത്തപ്പന കൺമുമ്പിലുണ്ടായിരിക്കെ അതായിരിക്കണം ഉത്തരമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചില്ല. അവർ വിചാരിച്ചു അറിയുന്ന വിഷയത്തെപ്പറ്റി ചോദിക്കില്ലല്ലോ, അതുകൊണ്ട് വേറെ ഏതെങ്കിലും മരമായിരിക്കുമെന്ന് വിചാരിച്ചു. ആ സമയം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വാപ്പയോട് പറഞ്ഞു, ഉപ്പ, ആ ഉത്തരം എനിക്കറിയാമായിരുന്നു കേട്ടോ, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒന്നുമല്ല, വലിയ വലിയ ആളുകളൊക്കെ ഇരിക്കുമ്പോ, വലിയ പ്രായമുള്ള ആളുകളൊക്കെ സദസ്സിലിരിക്കുമ്പോ ഞാനൊരു ചെറുപ്പക്കാരൻ അതിന് ഉത്തരം പറഞ്ഞത് മോശമല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. നീ അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു അഭിമാനം വർദ്ധിച്ചേനെ എന്ന് പറഞ്ഞു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതിൽ ഒരു കാര്യമുള്ളത്, ആ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ വാപ്പയോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ കാരണം അതൊരു വലിയ അത്ഭുതമാണ്. പ്രായമുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഞാനത് ചെയ്യുക എന്നത് എനിക്കും അതുപോലെ ഒരു തോന്നലിവിടെ തോന്നി. വലിയ ഉസ്താദുമാർ മദ്രസയിൽ 20-30 കൊല്ലം എന്റെ വയസ്സിനേക്കാളേറെയോ ഒക്കെ സേവനം ചെയ്ത ഉസ്താദുമാരെ ഈ ഒന്നും അറിയാത്ത ജാഹിലായ ഞാൻ ആദരിക്കുക അല്ലെങ്കിൽ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരു എന്തോ ഒരു ചർച്ചയില്ലായ്മ ഉള്ള പോലെ. ദയവ് ചെയ്ത് എന്ത് ചെയ്യണം, ബഷീർക കുറച്ച് പ്രായമൊക്കെയുള്ള നമ്മളെ നല്ല പ്രായം ചെന്ന ഉസ്താദുമാരെ സയ്യിദന്മാരെയൊക്കെ വിളിപ്പിച്ചിട്ട് അത് കൊടുക്കണം. അപ്പോഴല്ലേ ആ വാങ്ങിക്കുന്നവർക്കും അതിലൊരു റാഹത്തുണ്ടാവുള്ളൂ. അപ്പോ അതിന്റെ ഒരു അനൗചിത്യം എനിക്ക് തോന്നുന്നുണ്ട് അവിടെ. ഏതായിരുന്നാലും നിങ്ങൾ പൊരുത്തപ്പെട്ടേക്ക് ഇൻഷാ അല്ലാഹ്. പിന്നെ പ്രായപൂർത്തിയായ പെൺകുട്ടികളൊന്നും സ്റ്റേജിൽ വിളിച്ചു കൊണ്ടുവരരുത്, അത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. ഇവിടെ അങ്ങനെ ഒരു സംഗതി കൂടെ നടന്നു, അത് സംഘാടകർ ശ്രദ്ധിക്കണം. അവാർഡ് നമുക്ക് എന്താണെങ്കിൽ ഒന്നുകിൽ രക്ഷിതാക്കളെ വിളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക. അത് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ശ്രദ്ധിക്കില്ലെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കാം. 4 കണ്ണുമായി നടക്കുന്ന മനുഷ്യന്മാർ വേറെ ഉണ്ടാവും. അപ്പോ അബദ്ധങ്ങളാണെന്നോ നമുക്ക് ആവർത്തിക്കാൻ പറ്റില്ല. തീർച്ചയായും ആ വിഷയങ്ങൾ ശ്രദ്ധിക്കണം എന്ന് സന്ദർഭമായി ഉണർത്തുകയാണ്. ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഈത്തപ്പനയുടെ ഉദാഹരണം. നമ്മൾ വിചാരിക്കും സത്യവിശ്വാസിയുടെ ഉദാഹരണം ഈത്തപ്പന എന്ന് നബി തങ്ങൾ പറഞ്ഞത് അവിടെ തെങ്ങ് കായ്ക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന്. തെങ്ങില്ലാത്തത് കൊണ്ടായിരിക്കും ഈത്തപ്പന എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ തെങ്ങായിരിക്കും മുഅ്മിനിന്റെ ഉദാഹരണം എന്ന് പറയുമോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കും. അല്ല, തെങ്ങും ഈത്തപ്പനയും വലിയ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ സദസ്സിനോട് തീർത്തും യോജിക്കുന്ന ഒരു ഹദീസാണിത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, അതിന്റെ സമയവുമല്ല ഇപ്പോ. നിബിതങ്ങൾ പറഞ്ഞ ആ ഈത്തപ്പനയുടെ ഉദാഹരണം മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അൽ വാബിൽ സ്വബി എന്നോ കിതാബിന്റെ പേര് ഓർക്കുന്നില്ല. ഈത്തപ്പനയെ സംബന്ധിച്ചും ഈ ഹദീഫിനെ സംബന്ധിച്ചും വിശദീകരിച്ചിട്ടുണ്ട് അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അവിടുന്ന് പറഞ്ഞു, വൃക്ഷങ്ങളിൽ ഏറ്റവും കുറച്ചു വെള്ളം മാത്രം ഉപയോഗിക്കുന്ന, വളരെ കുറഞ്ഞ വെള്ളം ഉപയോഗിക്കുന്ന വൃക്ഷമാണ് ഈത്തപ്പന. തെങ്ങങ്ങനെയല്ല. തെങ്ങിന് ഇഷ്ടംപോലെ വെള്ളം കിട്ടിയില്ലെങ്കിൽ കായ്ക്കില്ല, വളരില്ല. ഈത്തപ്പനക്ക് ആഴ്ചയിലൊരിക്കൽ 2 കപ്പ് വെള്ളം കിട്ടിയാൽ മതി, ഒരാഴ്ച പിടിച്ചു നിൽക്കും. അതുമാത്രമല്ല, നിശ്ചിത ഹൈറ്റ് എത്തിയാൽ അതവിടെ നിൽക്കും. ഒരുപാടങ്ങ് വളഞ്ഞു പോകുന്ന ഏർപ്പാട് തെങ്ങുകൾക്ക് കാണാം, ഈത്തപ്പനകൾക്ക് കാണില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റെം അതിന്റെ ഒരു പ്രത്യേകതയാണ്. അതുമാത്രമല്ല, ഈത്തപ്പന എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന തെങ്ങ് പോലെ തന്നെ ആ വിഷയത്തിൽ ഒരുപോലെ അതിന്റെ മട്ടയും അതിന്റെ തടിയും അതിന്റെ ഓലകളും ഒക്കെ എല്ലാം നമുക്ക് വിവിധ ക്രാഫ്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതും തെങ്ങും തമ്മിൽ അവിടെ ഒരു യോജിപ്പുണ്ട്. പക്ഷേ ഈത്തപ്പന കായ്ക്കുന്നത് ഏറ്റവും ചൂടുള്ള മാസത്തിലാണ്.
ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് ഈത്തപ്പഴം കായ്ക്കുന്നത്. നല്ല ചൂട്, ശക്തമായ ചൂട്, അബൌട്ട് 50 ഡിഗ്രിയൊക്കെ ചൂടുള്ള കാലാവസ്ഥയിലാണ് ഗൾഫിലൊക്കെ ഈത്തപ്പനകൾ കായ്ക്കുന്നത്. നല്ല ചൂട് വേണം. നമുക്കൊന്നും പുറത്തിറങ്ങി ഒരു 5 മിനിറ്റ് വെയിലത്ത് നിൽക്കാൻ പറ്റാത്ത അത്രക്ക് ചൂടുള്ള സമയം ഏറ്റവും മധുരമുള്ള പഴം നൽകുന്ന വൃക്ഷമാണ് ഈത്തപ്പന. നല്ല മധുരം. തേങ്ങയുടെ മധുരമാണോ ഈത്തപ്പഴത്തിന്റെ മധുരം? ഈത്തപ്പഴം തേങ്ങ മുക്കി തിന്നുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഈത്തപ്പഴത്തിന്റെ മധുരം തന്നെ ധാരാളമാണ്. ലഡു ഒക്കെ പഞ്ചസാര മുക്കി തിന്നുന്നവരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അല്ലാഹു മധുരം മതിയാവഞ്ചിട്ട്. ഈത്തപ്പഴത്തിന്റെ മധുരം എത്രയാണ്? വലിയ നല്ല മധുരമുള്ള പഴം. ആ പഴം ഈത്തപ്പന നൽകുന്നത് എവിടെയാണ്? ഏറ്റവും ചൂടുള്ള സമയത്ത്, നല്ല കത്തുന്ന ചൂടിൽ ആളുകൾക്ക് തണൽ നൽകി. നല്ല പഴം, ഏറ്റവും കൂടുതൽ ഫൈബറുള്ള, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ലവണങ്ങളുള്ള ഒരു പഴമാണ് ഈത്തപ്പഴം. ഇവിടെ നിങ്ങൾ പറയുമായിരുന്നുവല്ലോ, 7 ഈത്തപ്പഴം അത് മിൻ അജ്ബൽ മദീന, മദീനയുടെ അജ്ബയാണെങ്കിൽ വളരെ ഖേമമായി 7 കഴിക്കുന്ന ഒരാൾക്ക് അല്ലാഹു തആല വിഷത്തിന്റെ ശല്യം പോലും അവർ കേൾക്കുകയില്ലെന്നും സിഹർ പോലും ഏൽക്കുകയില്ലെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാ പറഞ്ഞു, ഒരാൾക്ക് അജ്ബ കിട്ടിയില്ല എന്ന് വിചാരിക്കാൻ, തമ്രിൽ മദീന, മദീനയുടെ കാരക്ക കിട്ടിയില്ല എന്ന് വിചാരിക്കും. ഏത് കാരക്കയാണെങ്കിലും 7 കഴിക്കുന്നത് ഏറ്റവും ഉപകാരപ്രദമാണ് എന്ന് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. ഇരിക്കട്ടെ, ഏറ്റവും കുറച്ചു വെള്ളം, കത്തുന്ന ചൂട്, നല്ല മധുരമുള്ള പഴം, ഇത് നൽകുന്ന ഒരു വൃക്ഷം ഈത്തപ്പനയല്ലാതെ ലോകത്ത് വേറെയില്ല. ഇത് മദ്രസ മുഅല്ലിമീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസാണോ എന്നെനിക്ക് തോന്നാറുണ്ട്. ഏറ്റവും കുറഞ്ഞ ശമ്പളം സ്വീകരിച്ച് കടുത്ത പരീക്ഷണത്തിൽ ഒരു ക്ലാസ് റൂമിൽ 30-40 കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെ ഇവരെ പഠിപ്പിക്കാൻ? അവർക്ക് ഖുർആൻ ഓതണം, അവർക്ക് തജ്വീദോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യണം, ഫിഖ് പഠിപ്പിക്കണം, അഖ്ലാഖ് പഠിപ്പിക്കണം, അവർ അറ്റൻഡൻസ് എടുക്കണം. അതിനിടയ്ക്ക് ഒരുത്തം ഓടുന്നു, ഒരുത്തം വരുന്നു, പ്രായവ്യത്യാസങ്ങൾ. നമ്മുടെ മദ്രസയിലെ അത്തരം സിസ്റ്റങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. രക്ഷിതാക്കളെ കാണണം, വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം, പരീക്ഷ വരുന്നുണ്ട്, പൊതുപരീക്ഷയാകുമ്പോൾ അവർക്ക് ടെൻഷൻ കൂടി. ഇങ്ങനെയൊക്കെയാണ് ഉസ്താദുമാർ പണിയെടുക്കുന്നത്. നൽകുന്നതോ ഈത്തപ്പഴം പോലെ മധുരമുള്ള നമ്മുടെ മക്കൾക്ക് ദീനും ഇൽമും അറിയുന്ന നല്ല മക്കളായി നമുക്ക് നമ്മുടെ മക്കൾ അവർ തരികയാണ്. അവർ സ്വീകരിച്ചത് കുറഞ്ഞ വെള്ളം, തന്നത് ഏറ്റവും മധുരമുള്ള പഴം. ഇത് സത്യവിശ്വാസിയുടെ ഉദാഹരണമാണ്. ഇവിടുത്തെ മഹല്ല് ഭാരവാഹികളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, അത് നിങ്ങൾ ഗൗരവത്തിലെടുക്കണം എന്നുകൂടെ ഞാൻ പറയുന്നു. ഉസ്താദുമാർക്ക് നമ്മളിവിടെ കൊടുക്കുന്ന ക്യാഷ് അവാർഡ് എത്രയാണ് നിങ്ങളെ കവറിൽ കിട്ടിയതെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും മാന്യമായ ഏറ്റവും അഭിമാനകരമായ ശമ്പളം നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർക്ക്, പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്ക് കമ്മിറ്റി ഭാരവാഹികൾ നൽകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഡീസന്റായ ശമ്പളം. 10,000 രൂപ കൊണ്ട് നിങ്ങളുടെ പുരയിൽ ഒരാഴ്ചത്തെ ചെലവ് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ തൃക്കരിപ്പൂരുകാരാണ്, എനിക്കറിയാം നിങ്ങളുടെ വീടുകളിലെ അവസ്ഥകൾ. 10,000 കൊണ്ട് ഒരു ആഴ്ച നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ആ അവസ്ഥയിൽ 3,000, 4,000, 5,000 ഈ 10,000 തന്നെ കൊടുത്താലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ ഉസ്താദുമാർ. അവർക്ക് മക്കളുണ്ട്, വലിയ കുടുംബമുണ്ട്, വലിയ ബാധ്യതകളുണ്ട്, രോഗികളായ മാതാപിതാക്കൾ കാണും. അങ്ങനെ കടുത്ത പരീക്ഷണങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. ഏറ്റവും നല്ല പഴം നൽകാൻ മസലുഹാ കമസലിൽ മുഅ്മിൻ. അതുകൊണ്ട് അവർക്ക് ഏറ്റവും മാന്യമായ, അതിന്റെ സ്കെയിൽ ഇത്ര എന്ന അക്കം ഞാൻ പറയുന്നില്ല, ഏറ്റവും മാന്യമായ ശമ്പളം ഉസ്താദുമാർക്ക് നൽകണം എന്ന് ഞാൻ ഇവിടെ അപേക്ഷിക്കുകയാണ്. അതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ അത് ചർച്ചക്കെടുത്ത് വളരെ ഇസ്സത്തോടുകൂടെ അന്യമതസ്ഥരായ ആളുകൾ, ക്രിസ്തീയ ദേവാലയങ്ങളിൽ ജോലി ചെയ്യുന്ന പോപ്പുമാർ, അല്ലെങ്കിൽ പാട്രിയാർക്കീസുമാർ, അല്ലെങ്കിൽ ഫാദർമാർ, ഇവരൊക്കെ സമൂഹത്തിൽ അന്തസ്സോടുകൂടെ ജീവിക്കുന്നു, ഇല്ലേ? എന്താ കാരണം എന്നറിയോ? നല്ല പാക്കേജാ കൊടുക്കുന്നത്, നല്ല ശമ്പളം, നല്ല സംവിധാനം, എല്ലാ സൗകര്യങ്ങളും, നല്ല ആദരവും. നമ്മുടെ ഉസ്താദുമാർക്ക് മാത്രം എങ്ങനെയില്ലാതെയായി പോകും? നമ്മുടെ കയ്യിലുള്ള ഇൽമ് ഏറ്റവും വലുതല്ലേ? നമ്മുടെ മക്കൾക്ക് AB² A²+B² പഠിപ്പിക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും വലുത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉപയോഗിക്കാനുള്ള നിസ്കാരവും അവരുടെ നോമ്പും അവരുടെ ആരാധനാ കർമ്മങ്ങളും ഇബാദത്തുകളുമല്ലേ? അത് പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ നമ്മൾ തഴഞ്ഞു നിർത്തുന്ന സ്വഭാവം. അതുമാത്രമല്ല, നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ചൂഷണത്തിന്റെ വേദികളായി മാറിയിരിക്കുകയാണ്.
അതാര് നടത്തുന്നതാണെങ്കിൽ തന്നെയും പ്രൈവറ്റ് സ്കൂളുകളിൽ അധ്യാപകന്മാരെ വെച്ച് തുച്ഛമായ ശമ്പളം കൊടുത്ത് വലിയ ഡിമാൻഡുകൾ അവരോട് പ്രഖ്യാപിച്ച് പണിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ ജോലിഭാരം ഏറ്റുനടന്ന് അഭിമാന ബോധം കൊണ്ട് നാട്ടുകാരോടോ വീട്ടുകാരോടോ എന്റെ ശമ്പളം നിങ്ങൾ കൂട്ടിത്തരാൻ പറയണേ എന്നുപോലും പറയാൻ കഴിയാതെ അഭിമാനികളായി ജീവിക്കുന്ന അധ്യാപകന്മാരും അധ്യാപികമാരും ഇവിടെ ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട്. വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെട്ട കാലത്ത് ഈ അധ്യാപകന്മാരോട് ചെയ്യുന്ന ചൂഷണം നിർത്തിവെക്കണമെന്ന് മുസ്ലിം മാനേജ്മെന്റുകളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിനെ വിചാരിച്ച് നിങ്ങളുണ്ടാക്കുന്ന ഈ ലാഭം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നില്ല. എത്രയോ കുടുംബങ്ങളെ വഴിയാധാരമാക്കി അവർക്ക് ജീവിക്കാനും മാന്യമായി സമൂഹത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തി അവരെ പിഴിഞ്ഞ് നാവനക്കാനോ ഒന്ന് സംസാരിക്കാനോ വല്ലതും പറയാനോ അവസരം കൊടുക്കാത്ത രീതിയിൽ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ. എന്നിട്ട് നാട്ടുകാരുടെ വരവ്, ഏതെങ്കിലും പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉമ്മമാർക്ക് ലിപ്സ്റ്റിക് ഇട്ട് വരികയാണ്. നമ്മുടെ രക്ഷിതാക്കളൊക്കെ എല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് നല്ല അന്തസ്സിൽ ചെന്നിട്ട് 4 ചോദ്യം, ടീച്ചറെ നിങ്ങൾ മാർക്ക് ചെയ്ത ശരിയാൽ തെറ്റാണല്ലോ, നിങ്ങൾ ശരിയാന്നിട്ടുണ്ടല്ലോ, ആ എക്സാമിൽ എന്റെ കുട്ടിക്ക് 10 കിട്ടേണ്ടിടത്ത് 9 കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്ന സംസ്കാരം ഇത് നിർത്തിയേ പറ്റൂ. ഈ ചൂഷണം നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഏത് ജാതിയോ മതമോ ചെയ്തോട്ടെ, മുസ്ലിം ഉമ്മത്ത് ചെയ്യുമ്പോൾ നമുക്കതിൽ വേദനയുണ്ട്. അതുകൊണ്ട് അധ്യാപകന്മാർ, മുഅല്ലിമീങ്ങൾ, മുദർരിസുമാർ, ഖതീബുമാർ അവർ ഈ സമൂഹത്തിന്റെ ജീവനാഡിയാണ്. ആർക്കും വേണ്ടാത്ത ഒരു ഭാഗത്ത് മാറ്റി നിർത്തപ്പെടേണ്ടവരിൽ ഏറ്റവും ഈ സമൂഹത്തിന്റെ മർമ്മപ്രധാനമാണ്. അവരെന്ന് തിരിച്ചറിയുന്ന തരത്തിൽ ആ മുഅല്ലിമീങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആദരിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ആദരവ് ഒരു വർഷത്തിലെ ഏതെങ്കിലും ഒരൽപ്പം സംഖ്യ കിട്ടിയതുകൊണ്ടോ അതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ആ ആദരവ് നിത്യവും അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണമെങ്കിൽ അർഹമായ ശമ്പളം അവർക്ക് കൊടുക്കണം. ഉസ്താദുമാർ നന്നായി പണിയെടുക്കുകയും വേണം. ആത്മാർത്ഥമായി അമല് ചെയ്യണം. നല്ല ജോലി കൊടുത്തോളൂ ഉസ്താദുമാർക്ക്, നല്ല ശമ്പളവും കൊടുക്ക്. നല്ല ശമ്പളം കൊടുക്കണം, നല്ല ജോലിയും ചെയ്യണം. നമ്മൾ ക്രിയേറ്റീവാണ്. ഉമ്മത്തുൻ ഫആല, നല്ല ക്രിയേറ്റിവിറ്റിയുള്ള സമൂഹമാണ് നമ്മൾ. അങ്ങനെ ആയിരിക്കണം. മദ്രസ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ട്യൂഷനായിട്ടോ പൊതുസമൂഹത്തിന്റെ ക്ലാസുകളായിട്ടോ നമ്മുടെ സ്പേസുകൾ ഉപയോഗിക്കപ്പെടണം. അങ്ങനെ വന്നാൽ നമ്മുടെ സമൂഹത്തിൽ എത്ര വലിയ നന്മകളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മസലുഹാ കമസലിൽ മുഅ്മിൻ, ഈത്തപ്പന സത്യവിശ്വാസിയുടെ ഉദാഹരണമാണെന്ന് പറഞ്ഞ പോലെ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളിൽ ചെറിയ വേതനം വാങ്ങി ചെറിയ ഉപകാരങ്ങളെടുത്ത് വലിയ വലിയ ഫലങ്ങൾ സമൂഹത്തിന് നൽകുന്ന നമ്മുടെ അധ്യാപികമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങളിൽ ബർക്കത്ത് ചെയ്യട്ടെ. ആ അധ്യാപകന്മാരെ ഇസ്സത്തിലും അഭിമാനത്തിലുമാക്കാൻ ഇവിടുത്തെ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ചെയ്ത ഈ സേവനം അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അതിന്റെ സർവ്വ പ്രവർത്തകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രതിഫലം തീർച്ചയായും നിങ്ങൾക്കുണ്ടാവും. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാതെ, ദിശ അറിയാതെ യുവസമൂഹം വഴിതെറ്റി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ ദീൻ, മതബോധം, മതവിദ്യാഭ്യാസം ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന കാലം. അത് സൈഡാണ്. നമ്മുടെ മെയിൻ സ്ട്രീം സ്കൂളുകൾ. സത്യത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ സ്കൂൾ വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം ഇത് രണ്ടും രണ്ടായി തിരിക്കപ്പെടുന്നത് കാലങ്ങൾക്ക് ശേഷമാണ്. നമ്മുടെ ആദ്യകാലങ്ങളിൽ മഹാനായ ഇമാമന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം, അതിനപ്പുറം മതവും ഭൗതികം, ഫഖറുദ്ദീൻ റാസി തങ്ങൾ ഭൗതിക വിദ്യാഭ്യാസങ്ങൾ ഉണ്ടായിരുന്ന ഖുർആൻ പണ്ഡിതനാണ്. അബൂബക്കർ റാസി സയന്റിസ്റ്റാണ്, അദ്ദേഹം ദീനി പണ്ഡിതനാണ്. ഇബ്നു ഹയ്യാൻ എന്നവർ പണ്ഡിതനാണ്, ഇൽമുൽ ഫറായിദിൽ പ്രാവീണ്യമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് സയൻസിൽ പ്രാവീണ്യമുണ്ട്. ഇങ്ങനെ ജിയോഗ്രഫിയും സയൻസും മാത്സും ഒക്കെ പഠിച്ചിരുന്ന, അൽജിബ്രയും നമ്മുടെ മറ്റു ശാസ്ത്രശാഖകളുമൊക്കെ ഈ സമൂഹത്തിന് സമ്മാനിച്ചവർ ഒരേ സമയം ഖുർആനും ഹദീസും ഫിഖ്ഹും എല്ലാം കൈകാര്യം ചെയ്ത അതേ പണ്ഡിതന്മാർ. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യത നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. വിദ്യാഭ്യാസം ജോലി കിട്ടാനാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ പോകുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ്. ഏത് ജോലി ചെയ്താൽ പെട്ടെന്ന്, ഏത് പഠനം കോഴ്സ് പൂർത്തിയാക്കിയാൽ പെട്ടെന്ന് ജോലി കിട്ടും, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇൽമ് ഇസ്ലാമിന്റെ ജീവനാണ്, വിവരം ഇസ്ലാമിന്റെ ജീവനാണ്.
അല്ലാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ അവതരിച്ചതിൽ ആദ്യത്തെ വാക്കുകൾ നമുക്കറിയില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ഇത്രയും ആയത്തുകൾ സൂറത്തുൽ അലക്കിൽ ഇറങ്ങി. ബാക്കി ആയത്തുകൾ ഇറങ്ങുന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. ആദ്യം ഇറങ്ങിയത് ഇഖ്റ, നിങ്ങൾ വായിക്കണം കേട്ടോ. എന്ത് എന്ന് പറഞ്ഞില്ല. വായിക്കപ്പെടാവുന്നത് എന്തൊക്കെയുണ്ടോ അള്ളാഹുവിന്റെ ലോകത്ത് വായിക്കാൻ പറ്റുന്നവ എന്തൊക്കെയുണ്ടോ അത് നിങ്ങൾ വായിക്കണം. വായിക്കാൻ പറ്റാത്തവയുണ്ട്, നമുക്കറിയാൻ പാടില്ലാത്ത ഇൽമുകളുണ്ട്. അതുകൊണ്ടാണ് വിധങ്ങൾ പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവേ, ഉപകാരപ്പെടാത്ത ഇൽമ് നീ എനിക്ക് തരണ്ടേ പടച്ചവനെ. ഉപകാരപ്പെടാത്ത ഇൽമുണ്ട്, അത് നമുക്ക് വേണ്ട. ഉപകാരമുള്ള ഇൽമ് തരയണമേ. അല്ലാഹു തആല നിബിധങ്ങളോട് ഏതെങ്കിലും ഒരു വിഷയം എനിക്ക് കൂടുതൽ തരണമെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഖുർ റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ ഇൽമ് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരയണമേ, ഒരുപാട് അറിവ് വർദ്ധിപ്പിച്ചു തരയണമേ. ഇത് ധാരാളം ദുആ ചെയ്യാൻ പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വായിക്കുകയും അറിയുകയും ചെയ്യുന്നത്, വായനയും എഴുത്തും, ഈ രണ്ട് വിഷയങ്ങൾ ഖുർആൻ ആദ്യം ഭൂമിയിലേക്ക് അവതരിക്കുകയാണ്. ഖുർആൻ ആദ്യത്തെ അവതരണം ഇഖ്റ, വായിക്കണം. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, പടച്ചവൻ സൃഷ്ടിച്ചവൻ അവനാണ്, അവന്റെ നാമത്തിൽ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ പടച്ചത് അവൻ അലക്കിൽ നിന്നാണ്, സിദ്ധാന്തത്തിൽ നിന്നാണ്, സൈഗോത്തിൽ നിന്നാണ്. ആ സെൻസിറ്റീവ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, അതിൽ നിന്ന് മനുഷ്യനെ പടച്ച അല്ലാഹു, ആ അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ വായിക്കണം. എത്ര ഒന്നുകൂടെ വായിക്കണം. വറബ്ബുക്കൽ അക്രം, നിങ്ങളുടെ രക്ഷിതാവ് ഒരുപാട് ഔദാര്യമുള്ളവനാണ്. വായനയും ഇൽമുണ്ടായാൽ അല്ലാഹുവിന്റെ ഔദാര്യം നിങ്ങൾക്ക് വന്നെത്തും എന്നതിലേക്കുള്ള സൂചന. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാനും രേഖപ്പെടുത്താനും പഠിപ്പിച്ചവനാണ് അല്ലാഹു. പേനയുടെ ഉപയോഗം, who taught the use of pen, പേന ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചവനാണ് അല്ലാഹു. അല്ലെങ്കിൽ ആർക്ക് പറയാൻ പറ്റും? രേഖപ്പെടുത്താനുള്ള വഴികൾ, റെക്കോർഡ് ചെയ്യാനുള്ളവ, ഡാറ്റ കീപ്പിംഗ്, ഇതൊക്കെ അല്ലാഹു മനുഷ്യന് ചെയ്ത വലിയ അത്ഭുതങ്ങളാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, അറിയാത്തത് ഒരുപാട് മനുഷ്യനെ പഠിപ്പിച്ചവനാണ് അല്ലാഹു. അതുകൊണ്ട് നിങ്ങൾ വായിക്കണമേ. നമ്മൾ വിചാരിക്കുന്നു വായന സ്കൂൾ മദ്രസ 5ാം ക്ലാസ് കഴിഞ്ഞാൽ 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ദീനൊന്നും വായിക്കണ്ട, സ്കൂളിൽ ഒരു 10ോ ഡിഗ്രിയോ PGയോ കഴിഞ്ഞാൽ അതും വായിക്കണ്ട, പിന്നെ ജീവിച്ചാൽ മതി, പിന്നെ തിന്ന് ജീവിക്കാനുള്ളതാണ്. അങ്ങനെയല്ലല്ലോ. നമ്മളൊക്കെ ലൈഫ് ലോങ് ലേണേഴ്സ് ആവണമെന്നാണ്. ലോകത്ത് വിഖ്യാതമായൊരു സിലബസ് ഉണ്ട്, IB എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ചില സ്കൂളുകളൊക്കെ അത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്റർനാഷണൽ ബക്കാലറേറ്റ് പ്രോഗ്രാം എന്ന് പറയും. നമ്മൾ IGCSE എന്നോ CBSE എന്നോ നമ്മുടെ നാട്ടിൽ CBSE പറയുന്ന പോലെ ഇന്റർനാഷണൽ ലെവലിൽ UK എഡ്യൂക്കേഷൻ, കാംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ, IGCSE എന്ന് പറയുന്ന പോലെ നമുക്ക് IB കോഴ്സ് ഉണ്ട്, ജനീവാസ്ഥാനമായ. അതിന്റെ മുഖമുദ്ര തന്നെ വിദ്യാർത്ഥികൾ ലൈഫ് ലോങ് ലേണേഴ്സ്, ഫ്ലെക്സിബിൾ തിങ്കർ, റിസ്ക് ടേക്കർ, ഇതൊക്കെയാണ് വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി. മരണം വരെ പഠിക്കുന്നവർ, ലൈഫ് ലോങ് ലേണേഴ്സ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളാണത്. മരിക്കുന്നവരെ പഠിക്കുക. അധ്യാപകന്മാരും അധ്യാപികമാരും എന്റെ സഹപ്രവർത്തകരാണ്, ഞാൻ അധ്യാപകനാണ്. അതിലേറ്റവും വലിയ അപജയം പഠിപ്പിക്കുന്ന ആളുകൾ പഠനം നിർത്തിവെക്കുന്നു എന്ന ഒരു ദുരവസ്ഥയുണ്ട്. C.H. മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞ പോലെ പഴയതൊന്നും മറക്കാതിരിക്കുകയും പുതിയതൊന്നും പഠിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ അധ്യാപക ലോകത്ത് ഒരുതരം സ്റ്റാഗ്നേഷൻ കണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ തിരുത്തേണ്ടതാണ്. നമ്മൾ ഒരുപാട് പഠിക്കുമ്പോഴാണ് നമ്മിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇൽമിനോട്, വിദ്യയോട് സ്നേഹം തോന്നുകയുള്ളൂ. നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാസേജ്, അത് മാത്രം, അതിനപ്പുറത്തേക്ക് ഒന്നും അറിയാത്ത ഒരു അധ്യാപകനെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ആ ക്ലാസ് ആസ്വദിക്കാൻ കഴിയില്ല. ആസ്വദിച്ച് പഠിക്കുന്നവയാണ് ജീവിതത്തിന്റെ ഭാഗമാകുന്നത്. അതുകൊണ്ട് അധ്യാപകന്മാരും അവരുടെ അധ്യാപന ജീവിതത്തിനിടയിൽ സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. വിദ്യാർത്ഥികൾ മരണം വരെ പഠിക്കേണ്ടവരാണ്. അധ്യാപനവും ഇൽമും ബഹുമാനിക്കാനും ആദരിക്കാനും പറഞ്ഞ ദീനിന്റെ ആളുകളാണ് നമ്മളൊക്കെ. എങ്ങനെയെങ്കിലും
എവിടെയെങ്കിലും ഗൾഫിലേക്ക്, പേർഷ്യയിലേക്ക്, സിംഗപ്പൂരിലേക്ക്, മലേഷ്യയിലേക്ക്, ലണ്ടനിലേക്ക്, അല്ലെങ്കിൽ ദുബൈയിലേക്ക്, കുവൈറ്റിലേക്ക് ഒന്ന് കയറി പറ്റിയാൽ പിന്നെ നാട്ടിലെ റോഡുകളിൽ ഒരൽപ്പം മെച്ചമുള്ള വാഹനം ഓടിച്ച് നാട്ടുകാരെ ഞെട്ടിച്ചാൽ മതി എന്ന തരത്തിലേക്ക് നമ്മുടെ യുവതലമുറ തരം താഴ്ന്നു പോകരുത്. ഇൽമ് ഏറ്റവും വലുതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, ഒരു കാലഘട്ടം വരും അല്ലാഹു തആല പറഞ്ഞ രണ്ട് വിഷയങ്ങൾ അവർ മാറ്റിമറിക്കും. ഒന്ന്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവൻ നിങ്ങളിൽ ആരാണോ സൂക്ഷ്മജ്ഞാനികളായി, സൂക്ഷ്മതയുള്ളവരായി, തഖ്വയുള്ളവരായി ജീവിക്കുന്നത് അവരാണ് നിങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവർ എന്ന് അല്ലാഹു പറയുന്നു. മനുഷ്യന്മാർ പറയും, ഇന്ന അക്രമക്കും അഅ്ളമക്കും ബൈത, നിങ്ങളിൽ ഏറ്റവും വലിയ വീട് വെക്കുന്നവനാണ്, ഏറ്റവും മഹത്വമുള്ളവനെന്ന് മനുഷ്യൻ അതിനെ തിരുത്തുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. വിദ്യാഭ്യാസം ആദരിക്കപ്പെടുന്ന കാലമുണ്ടായിരുന്നു. മുർസാദുമാർ പൈസയില്ലാത്ത പച്ചപ്പാവങ്ങളായി ആഴ്ചയിൽ 7 ദിവസവും കഞ്ഞിവെള്ളം കുടിച്ചു കഴിഞ്ഞിരുന്ന വീടുകൾ. പക്ഷേ ആ വീടിന്റെ കുടുംബനാഥൻ സമൂഹത്തിലെ മദ്രസയുടെ സദറുസ്താദാൻ, അല്ലെങ്കിൽ അവിടുത്തെ സീനിയർ മുഅല്ലിമാൻ, അല്ലെങ്കിൽ പള്ളിയിലെ ഖതീബാൻ, ഖാദിയാൻ, പള്ളിയിലെ മുഅദ്ദിനാൻ. അവരെ ആ ഒരു കർമ്മത്തിന് ആദരിച്ചിരുന്ന കാലം. ആ കാലത്തേക്കുള്ള തിരിച്ചുവരവിനാണ് ഇവിടെ KKMA അവസരം ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു തിരിച്ചുപോക്ക് പിന്നെ മാറി. ഉസ്താദുമാരാണെങ്കിലും കയ്യിൽ കാശുണ്ടെങ്കിൽ ബഹുമാനിച്ചാൽ മതി, കാശില്ലാത്ത ഉസ്താദുമാരൊക്കെ 2ാം നമ്പർ, കാശുള്ള VIP ഉസ്താദുമാർ എന്ന രീതിയിലേക്ക് കാശിനെ നമ്മൾ ഇൽമിലേക്ക് മിക്സ് ചെയ്തു. അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇൽമും പൈസയും രണ്ടും രണ്ടാണ്. ഇന്നല്ലാഹു യുഅതി ദുനിയ ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്ബ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും പൈസ കൊടുക്കും. വലാ യുഅതി ദീന ഇല്ലാ മൻ അഹബ്ബ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം അല്ലാഹു നൽകുന്നത് അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ്. അതുകൊണ്ട് സമ്പത്ത് ലഭിക്കുന്നതോ ലഭിക്കാതിരിക്കുന്നതോ അല്ലാഹുവിന്റെ തൃപ്തിയുടെയോ കോപത്തിന്റെയോ അടയാളമേ അല്ല. നമ്മളൊരു ആലിമിനെ ബഹുമാനിക്കുന്നത് അവരുടെ തഖ്വ മനസ്സിലാക്കിയാണ്, അവരുടെ ഇൽമ് മനസ്സിലാക്കിയാണ്, അവരുടെ പാണ്ഡിത്യവും ജീവിതത്തിന്റെ വിശുദ്ധിയും മനസ്സിലാക്കിയാണ്. എന്നല്ലാതെ എപ്പോഴും പൈസയുള്ളവർക്ക് മാത്രം സ്ഥാനം, അല്ലാത്തവരൊക്കെ ഒന്നുമില്ലാത്തവർ. നമ്മെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച് അക്ഷരമാല പഠിപ്പിച്ചിരുന്ന അധ്യാപകന്മാരോ, നമുക്ക് ABCD പഠിപ്പിച്ചവർ, മാത്തമാറ്റിക്സിന്റെ ആമുഖങ്ങൾ പഠിപ്പിച്ചു തന്നവർ, ഇംഗ്ലീഷ് അക്ഷരമാല പഠിപ്പിച്ചവർ, എത്രയോ അധ്യാപകന്മാർ നമ്മുടെ ചുറ്റും കാണുന്നു. നമ്മുടെ അധ്യാപികമാർ കാണും, വളരെ പ്രായം ചെന്നവർ. നമ്മൾ എത്ര വലിയ ആളുകളാണെങ്കിലും നമുക്ക് പിച്ചവെക്കാൻ പഠിപ്പിച്ചവരെ മറക്കാൻ പാടുള്ളതല്ല. അവർക്ക് സമ്പത്തുണ്ടോ ഇല്ല എന്നതല്ല വിഷയം, അവർ ഇൽമിന്റെ ആളുകളാണ്. അൻഅബ്ദു മൻ അല്ലമനി ഹർഫ, ഒരക്ഷരം എനിക്കാരെങ്കിലും പഠിപ്പിച്ചു തന്നാൽ ഞാൻ അവരുടെ അടിമയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒരക്ഷരം പഠിപ്പിച്ചു തന്ന ആൾ ഞാൻ അവർക്ക് അടിമയാണ്, എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. അത്രക്ക് വിധേയത്വം എന്റെ അധ്യാപകനോടുണ്ട് എന്ന് പഠിപ്പിച്ച മഹാനാണ് ഈ സമൂഹത്തിന്റെ ഖുലഫായിൽ 4ാമത്തവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുഹർ, അവിടുത്തെ പുതിയാപ്പിളയായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. നമുക്ക് അങ്ങനെ ഒരു ബഹുമാനം തോന്നാറുണ്ടോ? ഉസ്താദുമാരെ കാണുമ്പോൾ നമ്മൾ ബഹുമാന പുരസ്സരം എഴുന്നേറ്റ് നിൽക്കുന്നത്, അവരെ ഹസ്തദാനം ചെയ്യുന്നത്, അവരോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യുന്നത്, അവരോടുള്ള വാക്കിലും പെരുമാറ്റത്തിലും ആദരവ് കാണിക്കുന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ്. നബിതങ്ങളുടെ മുമ്പിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നു. നബിതങ്ങൾ വഫാത്താകുന്നതിന്റെ 80 ദിവസങ്ങൾക്ക് മുമ്പ്. അന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് മനുഷ്യരൂപത്തിലാണ്, ദിഹ്യ റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിലാണ്. സ്വഹാബികളിൽ സുമുഖനായ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്ന വളരെ ഹാൻസം മാൻ ആയിരുന്നു ദിഹ്യ അൽ കൽബി റളിയല്ലാഹു അൻഹു. അവരുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. നബിയുടെ മുമ്പിൽ വന്നിരുന്ന രംഗം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. നബി തങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. വളരെ ആദരവോടുകൂടെ ഗുരുനാഥൻ ഇരിക്കുകയാണ്. ആ സദസ്സിൽ ഗുരുനാഥനായി തിരുനബിയുടെ മുമ്പിൽ വന്നിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. വഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, നബി തങ്ങളുടെ കാൽമുട്ടിന്റെ അരികത്തേക്ക് കാൽമുട്ടുകൾ വെച്ച്, വവദഅ കഫൈഹി അലാ ഫഖദൈഹി, കൈകൾ കാൽത്തുടകളുടെ അഗ്രഭാഗത്ത് കാൽമുട്ടിനോട് ചേർത്ത് വെച്ച് വളരെ വിനയത്തോടുകൂടെ അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു തരൂ നബിയെ എന്ന് ചോദിച്ച ഒരു വിദ്യാർത്ഥിയുടെ മാതൃക പരിശുദ്ധ ഹബീബിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഉലമാഇനെ, അധ്യാപകന്മാരെ, അവരുടെ ജാതിയോ മതമോ എന്തോ ആയിരിക്കട്ടെ, വിദ്യ പഠിപ്പിച്ച ആളുകൾ
അവര് മാതാപിതാക്കളെക്കാളും വലിയവരാണെന്ന്, ആ രീതിയിൽ ബഹുമാനിക്കേണ്ടവരാണെന്ന് പഠിപ്പിച്ച ദീനാണ് ശരീഅത്തുൽ ഇസ്ലാം. അങ്ങേറ്റത്തെ അച്ചടക്കം. നമ്മുടെ വിദ്യാർത്ഥികൾ കോളേജുകൾ കയറുന്തോറും ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ പ്രൊഫസർമാരെ അങ്ങോട്ട് പേടിപ്പിക്കുന്ന കാലം. ഖരാവോ ചെയ്യുന്നത്, സ്ട്രൈക്ക് ചെയ്യും. എന്തിനാണ് ഈ സ്ട്രൈക്ക്? കറന്റിന് ഇലക്ട്രിസിറ്റിക്ക് വില കൂടിയതാണെങ്കിൽ സഹിക്കാം, ബസ് ഫെയർ കൂടിയതാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട്, മറ്റേതെങ്കിലും ടാക്സ് വർധനയാണെങ്കിൽ അറിയാം. എന്തിനാണ് അധ്യാപകന്മാരോട് നിങ്ങൾ ഇന്ന് പഠിപ്പിക്കരുത് എന്ന് പറയുന്ന രീതിയിൽ അധ്യാപനം നിർത്തിവെക്കാൻ പറയുന്ന സ്ട്രൈക്കുകൾ നമ്മുടെ മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ, നമ്മുടെ വിദ്യാർത്ഥികൾ ഇടപെടുന്ന രാഷ്ട്രീയ സംഘടനകളിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. അധ്യാപകന്മാരെ ബഹുമാനിക്കാതെ ആർക്കും ഉയർച്ച അല്ലാഹു നൽകുകയില്ല. ആരെല്ലാം ഉയർന്നിട്ടുണ്ടോ, രണ്ട് കാരണങ്ങളാണ്. ഒന്ന് അധ്യാപകനെ ബഹുമാനിച്ചത്, ഒന്ന് സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിച്ചത്. എല്ലാ ഉയർച്ചയുടെയും കാരണം ഇത് രണ്ടെണ്ണമാണ്. സ്വന്തം അധ്യാപകന്മാർ, സ്വന്തം മാതാപിതാക്കൾ. ഇവർ രണ്ടുപേരെയും നമ്മൾ വെറുപ്പിക്കുകയോ കണ്ണുനീർ കുടിപ്പിക്കുകയോ ചെയ്താൽ ജീവിതത്തിൽ ഒരൽപ്പം കിതപ്പോടുകൂടെ പോയാലും ആ കിതപ്പ് അവസാനിക്കും, തളർന്നു വരും, തകർച്ചയിലേക്ക് വരും. തീർച്ചയാണ്, അതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ ആർക്കാണോ സത്യവിശ്വാസമുള്ളത്, ആരാണോ ഊതുൽ ഇൽമ വിജ്ഞാനം നൽകപ്പെട്ടത്, അവരെ ദറജാത്ത്, ഒരുപാട് സ്ഥാനങ്ങൾ അല്ലാഹു അവരെ ഉയർത്തിക്കൊണ്ടിരിക്കും. അവരുടെ ഉയർച്ച അല്ലാഹു നൽകുന്നതാണ്. ഇൽമ കൊണ്ടുണ്ടാകുന്ന മെച്ചമാണത്. ഇൽമുണ്ട ആളുകൾക്ക് മൻ അലിമ വഅമില ബിഹി, ഒരാൾ അറിയുകയും ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അതാണ് ഉപകാരപ്പെടുന്ന ഇൽമ. അത് അല്ലാഹുവിനോട് തരാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തു തന്നെ സംഭവിച്ചാലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ ദീൻ, എനിക്ക് തോന്നുന്നു നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ പഠിച്ച ദീനാണ്. മദ്രസയിൽ നിന്ന് പോലും നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾക്ക് അത് കിട്ടിയത് മദ്രസയിൽ നിന്നാണ്. ആ ഇൽമ് ഉമ്മ തന്റെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നു. ഉമ്മയാണ് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന വിഷയം പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കുന്നത് ഉമ്മയാണ്, അല്ലെങ്കിൽ ഉപ്പയാണ്. പാപ്പമാരെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ പുറത്താണ്. അതുകൊണ്ട് ഉമ്മമാർ, അവരാണ് കുഞ്ഞിന്റെ ജീവിതം ശരിക്കും തിട്ടപ്പെടുത്തേണ്ടവർ. അൽ ഉമ്മ മദ്റസത്തുൻ, അൽ ഉമ്മ മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ തയ്യിബൽ അറാഖി. ഇത് കൂട്ടാനൊന്നുമില്ലല്ലോ, ഇത്രേ ഉള്ളൂ, പറ്റുന്നില്ല. അൽ ഉമ്മ മദ്റസത്തുൻ, ഉമ്മ ഒരു മദ്രസയാണ്. ഇദാ അഅദത്തഹാ, ആ മദ്രസ നിങ്ങൾ ഒരുക്കി വച്ചാൽ, അഅദത്ത ജീലൻ തയ്യിബൽ അറാഖി, ഏറ്റവും നല്ല അച്ചടക്കമുള്ള ഒരു തലമുറയെ, ഉമ്മ എന്ന മദ്രസ നന്നായാൽ ഏറ്റവും നല്ല തലമുറയെ നിങ്ങൾക്ക് സംവിധാനിക്കാൻ പറ്റും എന്ന് കവി പറയുന്നത് രണ്ട് മദ്രസകളെ ബന്ധിപ്പിക്കാനാണ്. ഒന്ന്, മദ്രസയിലേക്ക് രാവിലെ നമ്മുടെ മക്കൾ പോകുന്നു. നമുക്ക് ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഇവിടെ ഉള്ളത് സ്കൂളിന്റെ സമയവും മദ്രസയുടെ സമയവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇവിടെ ഏതിനാണ് നമ്മൾ മുൻഗണന നൽകുന്നത് എന്നത് മാത്രമാണ് വിഷയം. ഏതിന് മുൻഗണന കൊടുക്കണം? മദ്രസ ഒഴിവാക്കി സ്കൂൾ നടക്കട്ടെ, അല്ലെങ്കിൽ സ്കൂളിൽ ഇത്ര കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം നടക്കട്ടെ, അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ സ്കൂൾ മദ്രസ മാനേജ്മെന്റുകൾ കൂടിയിരുന്ന് വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്പെടുന്ന സമയത്തിലേക്ക് നമ്മുടെ അധ്യാപന സമയം മാറ്റുകയുമാവാം. വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾ മാറ്റൂല, ഞങ്ങൾക്ക് മാറ്റാനാവില്ല, നിങ്ങൾ ഞങ്ങൾക്കനുസരിച്ച് വരണം എന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ശാഠ്യം പിടിക്കരുത്. നമ്മുടെ മക്കളുടെ പഠനത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് ഏറ്റവും സൗകര്യപ്പെടുന്ന സമയം എപ്പോഴാണ്? ഉസ്താദുമാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത സമയം എപ്പോഴാണ്? ആ സമയത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടെങ്കിലും മദ്രസ വിദ്യാഭ്യാസം പാടെ പടിഞ്ഞു മാറ്റി ഇല്ലാതെയാക്കി നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് മാത്രം പറഞ്ഞയച്ച് അവിടെ കിട്ടുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ മക്കൾക്കൊന്നും പഠിക്കാൻ കഴിയില്ല. 2 പീരീഡ് ഒരാഴ്ചയിൽ കൊടുക്കാൻ പറ്റൂ. ഇവിടെ എങ്ങനെയറിയില്ല, ഗൾഫ് നാടുകളിലൊക്കെ അങ്ങനെയാണ്. ഞാൻ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, വേറെയും സബ്ജക്ട് പഠിപ്പിക്കുന്നു. പക്ഷേ ഇസ്ലാമിക് സ്റ്റഡീസ് 2 മണിക്കൂറാണ് ഗൾഫിലൊക്കെ. 2 മണിക്കൂർ ആഴ്ചയിൽ എന്ത് പഠിപ്പിക്കാൻ പറ്റും? എന്തുണ്ടാകും അതിൽ? മദ്രസയിൽ നിന്ന് കിട്ടുന്ന പോലെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല സ്കൂളുകളിൽ. അത് മാത്രമല്ല, മദ്രസയിൽ ഒരു ദീനിന്റെ സംസ്കാരമുണ്ട്. ദീൻ മാത്രമാണ്. ഫാത്തിഹ തുടങ്ങി, പ്രാർത്ഥനയിൽ തുടങ്ങി, സ്വലാത്ത് അവസാനിച്ച് നിസ്കാരവും മുഴുവൻ പ്രാക്ടീസ് ചെയ്ത് വളരെ നല്ല നിലയിൽ നല്ല ഒരു സ്പിരിച്വൽ എൻവയോൺമെന്റ്, ഒരു ആത്മീയമായ സാഹചര്യം നമ്മുടെ മദ്രസകളിൽ ഉണ്ടാവണം.
അത് ഉണ്ടാവുന്നുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ കേവലം വായിച്ചു പഠിക്കുന്നതല്ലല്ലോ ഇൽമ്, ഗുരുമുഖത്ത് നിന്ന് കേൾക്കുന്നതാണ്. അധ്യാപകന്മാരും ആ രീതിയിൽ മക്കളെ പഠിപ്പിക്കേണ്ടവരാണ്. അതുകൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അധ്യാപകന്മാരോട് മാത്രം അല്ലെങ്കിൽ മുഅല്ലിമീങ്ങളോട് മാത്രം തുറന്നു പറയേണ്ട ചില വിഷയങ്ങളുണ്ട്. ഇവിടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് സൗകര്യപൂർവ്വം മാറ്റിവെക്കുകയാണ്. മുഅല്ലിമീങ്ങൾ മാത്രം അറിയേണ്ട വിഷയങ്ങളുണ്ട്. അധ്യാപന രീതിയിൽ എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലത്തിലേക്ക് എത്തുന്നില്ല? 1 മണിക്കൂർ സമയം എങ്ങനെ കൃത്യമായും 60 മിനിറ്റ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തുകൊണ്ട് നമുക്ക് പഠനം കൊടുക്കാൻ കഴിയുന്നില്ലെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളാൽ നമ്മുടെ വിദ്യാർത്ഥികളോ വിദ്യാർത്ഥിനികളോ പിൻവലിയാനുള്ള കാരണമെന്ത്? ഇതിലൊക്കെ അധ്യാപകന്റെയോ അധ്യാപികയുടെയോ പെരുമാറ്റത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഏതെങ്കിലും വിദ്യാർത്ഥി പറയാൻ എനിക്ക് മദ്രസയിൽ പോകാൻ ഇഷ്ടമല്ല, ആ പറയലിന് നിഷ്കളങ്കനായ ഇന്നസെന്റായി നിഷ്കളങ്കനായ കുട്ടിയായി പറയുന്നത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് സ്കൂൾ വേണ്ട എന്ന് പറഞ്ഞാൽ, എനിക്ക് മദ്രസ വേണ്ട എന്ന് പറഞ്ഞാൽ, അധ്യാപകനും ഈ കുട്ടിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതിന്റെ പ്രശ്നമാണ് അവിടെ ഉണ്ടാവുന്നത്. സത്യത്തിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായ ബന്ധം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടാവും. ആ ബന്ധം അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഈമാനികമായ ബന്ധം, വൈകാരിക ബന്ധമല്ലാതെ ഈമാനികമായ ബന്ധമാണ്. ആ ബന്ധം ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുമ്പോ, ആ ഒരു ആത്മീയ ബന്ധം ചിട്ടപ്പെടുത്തിയെടുക്കുമ്പോ വിദ്യാർത്ഥികൾക്ക് വരണം, പഠിക്കണം എന്ന ആഗ്രഹം തോന്നും. അള്ളാഹു ആ രീതിയിൽ നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കട്ടെ. നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക് അതിനുള്ള സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളെ, സത്യവിശ്വാസിനികളെ, മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം നമ്മുടെ വീടുകളിൽ പ്രാക്ടിക്കലാവേണ്ടതാണ്. ഒതുകൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഉമ്മ ശ്രദ്ധിക്കണം, കുട്ടി ഒതുകൊടുക്കുന്നത് ശരിയാണോ? കുഞ്ഞ് നിസ്കരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്ന രീതി വലത് കൈകൊണ്ട് കഴിക്കുന്നുണ്ടോ, ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ ഇല്ലയോ, ബാത്റൂമിൽ പോകുമ്പോ കുട്ടി ഏത് കാലെടുത്ത് വെക്കുന്നു, ഇറങ്ങുമ്പോൾ എന്ത് ചൊല്ലുന്നുണ്ടോ, ചൊല്ലേണ്ട ദിക്റുകൾ, കിടന്നുറങ്ങുന്ന രീതി എങ്ങനെയാണ്, ഉണർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവന്റെ നിസ്കാരക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്, കുട്ടിയുടെ വാക്കുകൾ എങ്ങനെയാണ്, കുട്ടിയുടെ പദപ്രയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇത് കൃത്യമായും കണിശമായും നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ സാധനത്തിന് അറബിയിൽ പറയുന്നത് വിസാറത്ത് തർബിയ വ തഅലീം എന്നാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതിന് അറബിയിൽ 2 വാക്ക് കൊടുക്കണം. സാധാരണ നേരെ മറിച്ചുണ്ടാവുക. ഇംഗ്ലീഷിലെ 7 വാക്കിന് അറബിയിൽ 2 വേണ്ടി വരുള്ളൂ. ഇവിടെ എഡ്യൂക്കേഷനിൽ മാത്രം ഇംഗ്ലീഷിൽ 1 വാക്കാണ് എഡ്യൂക്കേഷൻ, അറബിയിൽ ഇത് 2 അത്തർബിയ വ തഅലീം. തർബിയത്തും തഅലീമും, ഇതിനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. അല്ലാത്തത് നോളേജാണ്. തർബിയ വ തഅലീം, ഇതാണ് എഡ്യൂക്കേഷൻ. ഈ തർബിയത്ത് എവിടെയാണ്? തഅലീം പഠിപ്പിക്കൽ മദ്രസയിൽ നടക്കും. ഈ പ്രാക്ടിക്കലായി കൊടുക്കുന്നത് വീടുകളിലാണ് നടക്കുന്നത്. വീട്ടിലെ ഉമ്മയും വാപ്പയും ശ്രദ്ധിക്കാതെ എന്റെ മോൻ 7ാം ക്ലാസ്സും 10ഉം 12ഉം മദ്രസ പഠിച്ച ആളാണ് എന്റെ മോൾ, അങ്ങനത്തെ എത്ര മക്കൾ ഓടിച്ചാടി പോയിട്ടുണ്ട്. 12 വരെ മദ്രസയിൽ പോയ മക്കള് ഇല്ലേ? എന്തെല്ലാം ദുൽമ ചെയ്തിട്ടുണ്ട്. അതല്ല വിഷയം. ഇത് പ്രാക്ടിക്കലായി ചെയ്യാൻ ഈ കുട്ടിയുടെ വീടുകളിൽ സാഹചര്യമുണ്ടോ ഇല്ലയോ? മഗ്‌രിബ് നിസ്കാരമായാൽ സൂറത്ത് യാസീൻ ഓതുകയും, മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം രാത്രിയിൽ എപ്പോഴെങ്കിലും സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അതോതിയാൽ ഖബറിൽ ശിക്ഷയില്ല എന്നൊക്കെ ഉസ്താദുമാർ പറഞ്ഞുവിടുമ്പോ ആ കുട്ടിക്ക് മുസ്ഹഫ് എടുക്കാനുള്ള സാഹചര്യം ഉമ്മമാർ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴേക്കും സീരിയൽ ഓൺ ചെയ്തു, അപ്പോഴേക്കും സീരിയൽ തുടങ്ങി. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അത് കഴിയുമ്പോൾ മറ്റൊന്ന്, ഇങ്ങനെ വളരെ ഏറ്റവും മർമ്മപ്രധാനമായ സമയം ഇശാ മഗ്‌രിബിന്റെ സമയം. ആ സമയം ചാനലുകാരന്റെ കഴുക കണ്ണുകൾ നമ്മുടെ റൂമിന്റെ ഉള്ളിലേക്ക് ഏറ്റവും മോശപ്പെട്ടത് മാത്രം തള്ളിവിടുന്ന സീരിയലുകൾ നമ്മുടെ ഉമ്മമാരും നമ്മുടെ സഹോദരിമാരും, അത് മലയാളവും തമിഴും ഹിന്ദിയും അടക്കം മുസ്ലിം വീടുകളിൽ സീരിയൽ കാണുന്ന മേളകളായി മഗ്‌രിബിന്റെ ശേഷം മാറിക്കഴിഞ്ഞാൽ തഅലീം നടക്കുന്നുണ്ട് മദ്രസയിൽ, തർബിയത്ത് വീട്ടിൽ നടക്കുന്നില്ല. അച്ചടക്കമുള്ള വേഷമാണ് ഒരു കുട്ടി ധരിക്കേണ്ടതെന്ന് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മദ്രസയിൽ. പക്ഷേ കുട്ടി വീട്ടിൽ വന്ന് കാണുന്നത് നടിമാരുടെ വേഷമാണ്, നടന്മാരുടെ ആഭാസങ്ങളാണ്. ഇത് കാണുമ്പോൾ കുട്ടി കൺഫ്യൂസ് ആവാൻ. റബ്ബേ, എന്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചു, വീട്ടിൽ എന്റെ ഉമ്മ കൂളായിട്ട് കാണുന്നു, എന്റെ വാപ്പയും ഉമ്മയും എന്റെ ജക്ഷാണിയന്മാരും ഒക്കെ നൃത്തരംഗങ്ങൾ കാണുന്നു, ആഭാസങ്ങൾ, ഒരു ഉളുപ്പുമില്ലാതെ, പരസ്പര ധാരണയോ ഒരൽപ്പം ലജ്ജയോ പോലുമില്ലാതെ, അതും അതിലപ്പുറവും ഒന്നിച്ചിരുന്ന് കാണുന്നൊരു സംസ്കാരം നമ്മുടെ വീടുകളിൽ വരുമ്പോ, ഒറ്റക്ക് കാണുന്ന സംസ്കാരം വരുമ്പോ, കാണിച്ചു കൊടുക്കുന്ന സംസ്കാരം വരുമ്പോ
തഅലീം നടക്കുന്നുണ്ട്, തർബിയത്ത് നടക്കുന്നില്ല. ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പ് ആർക്കും ഫില്ല് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തഅലീം, വിദ്യാഭ്യാസം അധ്യാപകന്മാരുടെയും അധ്യാപികമാരുടെയും മുഅല്ലിമീങ്ങളുടെയും തലയിലേക്ക് എടുത്തുവെച്ച് ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾ ഫീസ് തരാം, നിങ്ങൾ പഠിപ്പിച്ചേക്കണം എന്ന് പറയുന്ന സംഗതി, ആ ഒരു നയം രക്ഷിതാക്കളെ ശരിയല്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്തില്ലെങ്കിൽ അധ്യാപകർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിക്കണം. التعليم والتربية علموا أولادكم. നബിതങ്ങൾ പറയുമായിരുന്നു, മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. ആര്? മാതാപിതാക്കൾ. അന്ന് മദ്രസ സംവിധാനങ്ങളില്ല. അല്ലിമു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. തിലാവത്തുൽ ഖുർആൻ, ശുദ്ധ ഖുർആൻ ഓതാൻ. അല്ലിമു ഔലാദക്കും അസ്സിബാഹ, നിങ്ങളുടെ മക്കൾക്ക് നീന്താൻ പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്സ്ട്രാ കരിക്കുലർ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂളുകളിൽ കാണും. നീന്തൽ. ഒരു കുളം പോലുമില്ലാത്ത മക്കയിലായി പറയുന്നത്. ഒരേ ഒരു കുളം മാത്രമുള്ള മദീനയിലാണ് നബി തങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. കടൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നബിയാണ് ഈ വിഷയം പറഞ്ഞത്. നിങ്ങളുടെ മക്കൾക്ക് നീന്താൻ പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വരിമായ, ആർച്ചറി പഠിപ്പിക്കണം. എയിം നോക്കാനുള്ള ആർച്ചറി, അമ്പെയ്ത്ത് എന്ന് പറയും. പ്രാകൃതമാവാം. ഇന്ന് വലിയ വലിയ കായിക മേളകളിൽ വലിയൊരു ഐറ്റം തന്നെയാണ് ആർച്ചറി, അമ്പെയ്ത്ത്. അല്ലേ? ഇന്ത്യക്കാരായ ആളുകളൊക്കെ അല്ലേ ആർച്ചേഴ്സ്. ഇത് നിങ്ങൾ പഠിപ്പിക്കണം. വൽഫുറൂസിയ, ഹോഴ്സ് റൈഡിന്, എക്വസ്ട്രിയൻ സ്ഥലങ്ങൾ അല്ലെങ്കിൽ കുതിരയോട്ട മത്സരങ്ങൾ നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം. അത് പറഞ്ഞ കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞു, വഹബ്ബ അഹ്ലി ബൈതിഹി വതിലാവത്തുൽ ഖുർആൻ, നബി തങ്ങളുടെ കുടുംബ ബന്ധമാണ് തങ്ങന്മാർ, സയ്യിദന്മാർ. അവരെ സ്നേഹിക്കാനും വതിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാനും നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറഞ്ഞു? എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം, നിങ്ങളെ നബിയെ സ്നേഹിക്കാനും നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കാനും പഠിപ്പിക്കണം. അവർക്ക് കുതിരയോട്ടവും ആർച്ചറിയും അമ്പെയ്ത്തും അതുപോലെ തന്നെ സ്വിമ്മിംഗ്, നീന്തലും നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം എന്ന് കണിശമായി മക്കളുടെ തർബിയത്തിൽ. ഇവിടെ മദ്രസ വിദ്യാഭ്യാസം മാത്രം എന്ന് പറയുന്ന ആ ശൈലിയല്ല നബി തങ്ങളുടേത്. നീന്തൽ മദ്രസയെ പഠിപ്പിക്കോ? ഇല്ല. എല്ലാ സ്കില്ലുകളുമുള്ള വെർസറ്റൈൽ ജീനിയസുകളായിരിക്കണം മുസ്ലിം എന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തരത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉസ്താദുമാർക്കുമൊക്കെ വലിയ വലിയ പ്രതിഫലം ഈ വിഷയത്തിൽ അല്ലാഹു നൽകും. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിയിലേക്ക്, വിജ്ഞാനം അന്വേഷിച്ച വഴി, ഒരു വാള് കേൾക്കാൻ, ഒരു പ്രഭാഷണം കേൾക്കാൻ, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, ഒരു മദ്രസയിലേക്ക് ചെല്ലുന്നത്, സ്കൂളിലേക്ക് ചെല്ലുന്നത്, നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്നത്, കോളേജിലേക്ക് പോകുന്നത്, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലേക്ക് പോകുന്നത്, ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം നല്ലതെങ്കിൽ. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, വിജ്ഞാനം അന്വേഷിച്ചുള്ള യാത്രയിൽ നിങ്ങളൊരു വഴിയിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരും. ആ വഴി അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഒരുക്കിയ നമ്മുടെ സംഘാടകർ, KKMA പ്രവർത്തകന്മാർ, അവരുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ നന്മക്കും ഐക്യത്തിനും അഭിവൃദ്ധിക്കും പൂർവോപരി ഇൽമിന്റെ മേഖലയിൽ, ദീനീ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ നമ്മുടെ ഉസ്താദുമാർ ചെയ്യുന്ന സേവനങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥിനികൾ പഠിച്ച് പാസ്സായി നല്ല റാങ്കോടുകൂടെ പാസ്സാകുമ്പോൾ ആ വിദ്യാർത്ഥിനികളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഈ സാഹചര്യം അൽഹംദുലില്ലാഹ്, പന്ത് തട്ടുന്നവർക്ക് കൊടുക്കുന്നത് കോടികളാണ്. നിങ്ങൾക്കറിയോ? ഒരു ബോൾ തട്ടുന്നവർക്ക് കൊടുക്കുന്നത് കോടികൾ. ക്രിക്കറ്റിന്റെ ബാറ്റ് പിടിച്ച് ബാറ്റിങ്ങും ബൌളിങ്ങും ചെയ്യുന്നവർക്ക് കിട്ടുന്നത് ബില്യൺ കണക്കിനാണ്. രാജ്യത്തിന്റെ അതിർത്തി വരമ്പുകളിൽ ഉറങ്ങാതെ, അട്ടയുടെ കൊതുകിന്റെ കടികടിച്ച് ഉറങ്ങാൻ പറ്റാതെ, ഏതു നേരവും ശത്രുവിന്റെ ബോംബേറോ മിസൈൽ ആക്രമണമോ ഉണ്ടാകാം എന്ന് പ്രതീക്ഷിച്ച് സ്വന്തം കുടുംബത്തെ നാട്ടിലാക്കി രാജ്യത്തിന്റെ ബോർഡറുകൾ കാക്കുന്ന നിയമപാലകന്മാർ, അവർക്ക് കിട്ടുന്നത് വെടിയൊച്ചകളാണ്. മരിച്ചു കഴിഞ്ഞാൽ 4 വെടി ഏറെയും. ഏറ്റവും വലിയ കർമ്മം ചെയ്യുന്നവർക്ക് ചെറിയ വേതനം. കളിക്കാർ കളിക്കുന്ന സ്റ്റേഡിയത്തിന് സെക്യൂരിറ്റി കാണും,
വേൾഡ് ലെവലിൽ നടക്കുന്ന കളികളൊക്കെ ഭയങ്കര സ്ക്രീനിംഗ് ആണ്. എയർപോർട്ടിൽ പോലും കടക്കുന്നതിനേക്കാളും വലിയ സ്ക്രീനിംഗ് ഒരു സ്റ്റേഡിയത്തിലേക്ക് കടക്കാൻ. അങ്ങനെ സുരക്ഷിതമായ സ്റ്റേഡിയം, ആർത്തിരമ്പുന്ന അവരുടെ ഫാൻസുകൾ അവരുടെ ഗാലറികളിൽ ആർത്തിരമ്പുമ്പോ പന്ത് കാലുകൊണ്ട് തട്ടിക്കളിക്കുന്നവന് കൊടുക്കുന്നത് കോടികളാണ്. അതിലേറെ നമ്മുടെ ജീവിതവും നാളെ നമ്മുടെ ഖബറും നാളത്തെ പരലോകവും നമുക്ക് രക്ഷപ്പെടുത്തി തരുന്ന നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ അധ്യാപകന്മാർ, അധ്യാപികമാർ, ഇൽമ പഠിപ്പിച്ചു തരുന്നവർ, അവർക്ക് കൊടുക്കുന്നതോ വളരെ തുച്ഛം. ഇത് ഈ കാലഘട്ടത്തിന്റെ ഒരു പാരഡോക്സ് ആണ്, ഒരു വൈരുദ്ധ്യമാണ്. കളികൾ കാര്യമായ കാലവും കാര്യങ്ങളൊക്കെ കളികളായി മാറിയ കാലവുമാണ്. ഈ കാലഘട്ടത്തിൽ ഒഴുക്കിനെതിരെ നീന്താനുള്ള ഒരു ശ്രമമാണ് KKMA ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇതൊരുപാട് മഹല്ലുകളിലേക്ക്, സംഘടനകൾക്ക്, മഹല്ലുകാർക്ക്, ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കണ്ണ് തുറപ്പിക്കാൻ സഹായകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അറിയപ്പെടാതെ പോകുന്ന ഈ മുത്തുമണികളെ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഇവരാണ് ജീനിയസ്, ഇവരാണ് പ്രതിഭകൾ എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഈ സംരംഭത്തിന് സഹായിച്ചിട്ടുള്ള പ്രവാസികളും അല്ലാത്തവരുമായ എല്ലാവർക്കും അള്ളാഹുവിന്റെ റഹ്മത്തും കരുണയും മഗ്ഫിറത്തും അള്ളാഹു നൽകട്ടെ. രണ്ട് ലോകത്തെയും വിജയം അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന ഉസ്താദുമാർ, ഇവിടെ വന്ന മുഅല്ലിമീങ്ങൾ, അവർക്കൊക്കെയും അവരുടെ രക്ഷിതാക്കൾക്കൊക്കെയും ഇവിടെ വന്ന നമ്മളെല്ലാവരും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹുവെ നീ സഫലമാക്കി തരണേ. അള്ളാഹ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ അധ്യാപകന്മാർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ആരിൽ നിന്നെല്ലാം ഇൽമ പഠിച്ചിട്ടുണ്ടോ അവർക്കും, ഞങ്ങളിൽ നിന്ന് ആരൊക്കെ ഇൽമ പഠിക്കുന്നുണ്ടോ അവർക്കും അള്ളാഹു ഈ സമൂഹത്തിന്റെ വൈജ്ഞാനിക ഗോതയിൽ ആരെല്ലാം ഈ ഇൽമി ദീനി ഖിദ്മത്ത് ചെയ്തു പോയിട്ടുണ്ടോ അവിടൊക്കെ ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കണം അള്ളാഹുവേ. അള്ളാഹുവേ, മുസ്ലിം ഉമ്മത്തിന്റെ നീ യശസ്സിലേക്ക്, ഇൽമിന്റെ വിഹായസിലേക്ക് ഉയർത്തി ഈ സമൂഹത്തിന്റെ ആ ഗതകാല യശസ്സും ഇസ്സത്തും തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ. ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ ബന്ധുക്കളിൽ, മക്കളിൽ, ഭാര്യസന്തതികളിൽ, മാതാപിതാക്കളിൽ, സുഹൃത്തുക്കളിൽ, ജ്യേഷ്ഠാനിയന്മാരിൽ, വല്യമ്മമാരിൽ, മാതാപിതാക്കളിൽ ആർക്കൊക്കെ രോഗങ്ങളുണ്ടോ അവർക്കൊക്കെ നീ ഈ നിമിഷം ശിഫ വിധിക്കണം തമ്പുരാനെ. മാരക രോഗങ്ങൾ ഞങ്ങൾ ആർക്കും വരാതെ, ഞങ്ങളുമായി ബന്ധമുള്ള സ്നേഹബന്ധമുള്ള ഒരാൾക്കും വരാതെ നീ കാക്കണം തമ്പുരാനെ. ജീവിക്കുന്നത് നിന്റെ പൊരുത്തത്തിലും നീ ഇഷ്ടപ്പെടുന്ന രീതിയിലും ജീവിച്ച് മരിക്കുമ്പോൾ ഒരിക്കലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണം അല്ലാഹുവേ. ഈ ലോകത്തെ പരീക്ഷണവും പരീക്ഷയുമായ ഈ ജീവിതം കഴിഞ്ഞ് നാളെ ഇതിന്റെ റിസൾട്ട് നിന്റെ മുമ്പിൽ മഹ്ശറ വൻ സഭയിൽ നീ നൽകുമ്പോ ആ കിതാബ് വലത് കൈയിൽ ഏറ്റുവാങ്ങാൻ, ആ അവാർഡുകൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ മീസാൻ കനം തൂങ്ങുകയും ഞങ്ങളുടെ നന്മയുടെ തുലാസ് കനം തൂങ്ങുകയും ഞങ്ങളുടെ രേഖകൾ വലത് കൈയിൽ നൽകപ്പെടുകയും ചെയ്ത് സ്വർഗ്ഗലോകത്തേക്ക് കടക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ നിനക്കിഷ്ടമുള്ള ആളുകളും ഇവിടെ നടന്ന സൽക്കർമ്മത്തിന്റെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ.